ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള വോട്ടെടുപ്പ് തുടങ്ങി 90 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ്. വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ്. ആന്റണി വിവരങ്ങളുമായി ചേരുന്നു. ആന്റണി, സമാധാനപരമായി തുടങ്ങി വെച്ചോ പോളിംഗ്? തീർച്ചയായും ഹരിയാന വിധി എഴുതുകയാണ്. രാവിലെ 7 മണിക്ക് തന്നെ പോളിംഗ് തുടങ്ങി. രാവിലെ മോക്ക് പോളിംഗ് 6 മണിയോട് തന്നെ മോക്ക് പോളിംഗ് നടന്നു. അതിനുശേഷം 7 മണിയോട് കൂടി തന്നെയാണ് പോളിംഗ് ആരംഭിച്ചിട്ടുള്ളത്. വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ് നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ പ്രചരണ കോലാഹലത്തിന് ശേഷമാണ് ഇപ്പോൾ ഹരിയാന പോളിംഗ് ബൂത്തിൽ എത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാണ്ട് 4 റാലികളിലാണ് ഹരിയാനയിൽ പങ്കെടുത്തത്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി ഏതാണ്ട് 6 റാലികളിലും ഹരിയാനയിൽ പങ്കെടുത്തു. അങ്ങനെ അതുകൂടാതെ കേന്ദ്രമന്ത്രിമാർ, പ്രിയങ്കയുടെ ഒരു വലിയ പട, അമിത്ഷാ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ വലിയ നേതാക്കളടക്കം ഒരു കാടിളക്കിയുള്ള പ്രചരണ കോലാഹലമാണ് ഹരിയാനയിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും 90 മണ്ഡലങ്ങളിലാണ് ഈ ജനവിധി വോട്ടെടുപ്പ് നടക്കുന്നത്. ഏതാണ്ട് 1000-ഓളം സ്ഥാനാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. 2,03,00,000 വോട്ടർമാരാണ് ജനവിധി എഴുതുന്നത്. ഏതായാലും വോട്ടെണ്ണൽ ചൊവ്വാഴ്ചയാണ്. ജമ്മു കാശ്മീരിലും അതുപോലെ തന്നെ ഹരിയാനയിലും വോട്ടെണ്ണൽ ചൊവ്വാഴ്ചയാണ് നടക്കുക. ഏതായാലും വോട്ടെടുപ്പ് തുടങ്ങിയതോടുകൂടി തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസും അതുപോലെ തന്നെ BJPയും. കഴിഞ്ഞ രണ്ട് ടേമുകളിലായി ഭരണം തുടരുന്ന BJPക്ക് ഇത്തവണ 3-ാം തവണയും അത് തുടരാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് അവരുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിന് ശേഷം തിരികെ അധികാരത്തിലേക്ക് വരാമെന്നുള്ള ആത്മവിശ്വാസമാണ് കോൺഗ്രസിനുള്ളത്. ഭരണവിരുദ്ധ വികാരമടക്കം കോൺഗ്രസിനെ തുണയ്ക്കുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. BJP ഈ മോദി ഫാക്ടർ അടക്കം അത് വർക്ക് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഏതായാലും വോട്ടെടുപ്പ് സമാധാനപരമായി തന്നെ ഹരിയാനയിൽ ഇപ്പോൾ തുടരുകയാണ്. ശരി ആന്റണി.